ആദ്യം ശ്രീ എബ്രഹാം മാത്യുവിൽ നിന്ന്. ശ്രീ എബ്രഹാം മാത്യു, ഒരു കഥാകൃത്ത് എന്ന നിലയിൽ കൂടി MTA ഈ ഘട്ടത്തിൽ മലയാളികളുടെ ആ മുഴുവൻ ബോധത്തെയും ആവാഹിച്ച് അനുസ്മരിച്ചു തുടങ്ങിയാൽ? MT വാസുദേവൻ നായരുടെ നിര്യാണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും നഷ്ടമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റൊരു രൂപം നമുക്ക് പരതിയാൽ കിട്ടുകയില്ല. അത്രത്തോളം ഔന്നത്യം അദ്ദേഹം പുലർത്തുകയുണ്ടായി. മറ്റൊരാൾ ആരാണ് പകരം എന്ന ഒരു ചിന്തയ്ക്ക് അദ്ദേഹത്തിൻ്റെ അഭാവം വഴിതെളിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ അജിം ഷാ പറഞ്ഞതുപോലെ സമസ്ത മേഖലകളിലും MTയുടെ ഒരു സ്വാധീനമുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും. ഇപ്പോൾ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം എഴുത്തിൻ്റെ ഒരു കുലപതിയായിട്ടോ റോൾ മോഡലായിട്ടോ അദ്ദേഹത്തെ കാണാൻ കഴിയും. മാധ്യമപ്രവർത്തകരിൽ പ്രത്യേകിച്ച് ലിറ്റററി ജേർണലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഉദാത്ത മാതൃകയായി അദ്ദേഹത്തെ കാണാൻ കഴിയും. വളരെ അന്തസ്സുള്ള തലയെടുപ്പുള്ള എഴുത്തുകാരൻ മറ്റാരേക്കാളും പിന്നിലല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഭാവഹവാദികളുള്ള മനുഷ്യനായിരുന്നു ആദരണീയനായ MT തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ. സിനിമയിൽ ഒരു വലിയ സൂപ്പർ താരത്തേക്കാൾ താരമൂല്യമുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ സമസ്ത മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം, അതിപ്പോൾ ഞാൻ വിശദീകരിക്കാതെ തന്നെ സാധാരണക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. അതിന് ഒരു പകരക്കാരനില്ല എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ വിഷമകരമായ ഒരു അവസ്ഥ. ഇത്രയും ന്യൂസ് വാല്യൂ ഉള്ള ഒരു എഴുത്തുകാരൻ എൻ്റെ പരിമിതമായ അറിവിൽ ഉണ്ടായിട്ടില്ല. MT പറയുന്നതും പറയാതിരിക്കുന്നതും ഒരേ സമയം വാർത്തയാണ്. MTയുടെ മൗനം ഭേദിക്കലും ഒരേ സമയം വാർത്തയാകുന്ന സാഹചര്യങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. MT എന്തെങ്കിലും തരത്തിൽ ഒരു തലകുനിക്കാൻ ഭാവിച്ചതായി പറഞ്ഞു കേട്ടിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ എല്ലാ തരത്തിലും തൻ്റെ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിന്ന ഒരു സാംസ്കാരിക പ്രതീകമായി, തെളിച്ചമുള്ള സാംസ്കാരിക പ്രതീകമായി, അഭിമാനാർഹമായ ഒരു പ്രതിപുരുഷനായി നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താൻ കഴിയും. അദ്ദേഹത്തിൻ്റെ അഭാവം എഴുതുന്ന ആളുകൾക്ക് മാത്രമല്ല, വായനക്കാർക്ക് മാത്രമല്ല, വായിക്കാത്തവർക്കും ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ അധ്വാനിച്ച് ജീവിക്കുന്ന പുസ്തകങ്ങളോടൊന്നും വലിയ താല്പര്യം പ്രകടിപ്പിക്കാത്ത മനുഷ്യർക്കും അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ ആ ഇടം നോക്കി നെടുവീർപ്പിടാനേ കഴിയൂ എന്നാണ് എൻ്റെ അഭിപ്രായം. വ്യക്തിപരമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ കടക്കാം എന്ന് വിചാരിക്കുകയാണ്. അദ്ദേഹത്തിലെ പത്രാധിപരെ എനിക്ക് അടുത്തറിയാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. 1989 MT വാസുദേവൻ നായർ മാതൃഭൂമിയിലേക്ക് രണ്ടാമത് വരികയുണ്ടായി. ആദ്യം വാരികയുടെ പത്രാധിപരായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം മാതൃഭൂമിയിൽ നിന്ന് പോവുകയും ഒരു ഇടവേളയ്ക്ക് ശേഷം 1989 തിരികെ വരികയും ചെയ്തു. അന്ന് അദ്ദേഹം വന്നത് പീരിയോഡിക്കൽസിൻ്റെ എഡിറ്ററായിട്ടാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, ഗൃഹലക്ഷ്മി, ചിത്രഭൂമി എന്നീ 3 പ്രസിദ്ധീകരണങ്ങളാണ് പീരിയോഡിക്കൽസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വിഭാഗത്തിൽ സബ് എഡിറ്ററായിട്ട് എനിക്ക് അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് 2 വർഷത്തോളം പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളൊരു വലിയ മനുഷ്യനെ, വലിയ എഴുത്തുകാരനെ അടുത്തു നിന്ന് കാണാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് അന്നും ഇന്നും തോന്നുന്നു. അപ്പോൾ അദ്ദേഹം ശബ്ദമുണ്ടാക്കാത്ത, ശകാരിക്കാത്ത, ശാന്തസ്വരൂപിയായ ഒരു പത്രാധിപരാണ്. തുടക്കക്കാരനായ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ആശങ്കകൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും അദ്ദേഹം തരുന്ന അസൈൻമെൻറ്റുകൾ പൂർത്തിയാക്കിക്കൊണ്ട് കൊടുക്കുമ്പോൾ MT അല്ലേ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിന് അനുയോജ്യമായ രീതിയിൽ തന്നെയാണോ എഴുതിയിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരു ഉത്കണ്ഠ ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷേ ആ ഉത്കണ്ഠകളെ പാടെ നിരാകരിക്കുന്ന വിധമായിരുന്നു MTയുടെ ഇടപെടലുകൾ. നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടുകളുടെ ഒരു വശത്ത് അടുത്ത ദിവസം നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും മാർജിനിൽ ചെറിയ കുറിപ്പുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം അവലംബിച്ചത്. അതൊരു എഡിറ്റോറിയൽ മീറ്റിങ്ങിലോ മറ്റോ വിളിച്ചിരുത്തി പരസ്യമായി പറയുന്ന പ്രവണതയുള്ള ആളുകളുണ്ട് നമുക്കിടയിൽ.
പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല. അതൊരു സ്വകാര്യതയായി നിലനിർത്തുകയും ആ തെറ്റ് നമ്മളെ ബോധ്യപ്പെടുത്തുകയും സ്വയം തിരുത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കൈക്കൊണ്ടത് എന്നാണ് എൻ്റെ ആ ചെറിയ അനുഭവത്തിൽ. 2 വർഷം എന്ന് പറഞ്ഞാൽ നീണ്ട കാലയളവല്ല. എന്നേക്കാൾ അനുഭവ പാരമ്പര്യമുള്ള മാധ്യമപ്രവർത്തകർ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവരുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്രയും ശാന്തനായ അക്ഷോഭ്യനായ ഒരു പത്രാധിപരെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല, പ്രത്യേകിച്ചും പ്രിൻ്റ് മീഡിയയിൽ. ഇതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്.